ഈ കണ്ടീഷനിൽ 48 രൂപ കൊടുക്കാം. 48 രൂപ. 2012 വണ്ടി 48 രൂപ കൊടുക്കാം. എത്ര കൊടുക്കാം? 38 രൂപ. 38 രൂപ. 2006 വണ്ടി 38 കൊടുക്കാം. അടുത്ത വണ്ടി കോളിസ്. ഇത് 2001 വണ്ടിയാണ്. 2000 വണ്ടി. 2000 വണ്ടി. കണ്ടീഷൻ നമുക്ക് ഒരു 50 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 50 രൂപയ്ക്ക്. ഈ കാണുന്ന കണ്ടീഷൻ 50 രൂപ കൊടുക്കാം. 50 രൂപ. വണ്ടി ഹൈ ക്വാളിറ്റി ഓടിക്കാൻ പുതിയ കണക്കാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ ഒരു 98 രൂപ കൊടുക്കാം. 98,000 രൂപ. 2005 വണ്ടി 98,000 ചോദിക്കുന്നുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നയ കാർസിലാണ്. ഇപ്പോൾ ഇവിടെ വേറെ കുറച്ച് സ്റ്റോക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയാണ്. അപ്പോൾ ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ ടിക്കറ്റ് സമയം റാസിനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം വണ്ടി സെയിലായി പോയില്ലേ? ഓക്കെ. അപ്പോൾ ലോൺ കൊടുക്കുന്നുണ്ടല്ലേ? ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. ഏത് മോഡൽ ചെയ്യുന്നുള്ളത്? 2010 മുതൽ ചെയ്യാൻ പറ്റും. ഈ മാരുതി 800 അല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ? 2006 MBFI. 2006 MBFI ഉണ്ട്. 2006 MBFI. രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഓക്കെ. അവിടെ പാച്ച് വർക്ക് ഉണ്ട്. കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്, അതാണ് ഞാൻ കാണിച്ചത്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ബ്രോ? 6 അല്ലേ? ഓണർഷിപ്പ് എത്രയായി? ഇത് ഓണർഷിപ്പ് 5-6 കായ് കാണും. 2-3 കായ് കാണും. നിലവിൽ ഈ കാണുന്ന കണ്ടീഷനാണ് അല്ലേ? MBFI ആണ്. ഓക്കെ. വണ്ടിയുടെ ഇന്ത്യൻ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. AC ഉള്ള മോഡലാണോ? AC വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. 2006 വണ്ടി, MBFI AC വണ്ടി. അപ്പോൾ ആസിറ്റീസ് കണ്ടീഷൻ എത്ര? ഈ കാണുന്ന കണ്ടീഷൻ എത്ര കൊടുക്കാം? 38 രൂപ. 38 രൂപ. 2006 വണ്ടി 38,000 കൊടുക്കാം. അപ്പോൾ സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? സ്വിഫ്റ്റ് 2005 വണ്ടി. 2005 LX ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവറിൻ്റെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. LX ആണല്ലേ? LX ആണ്. ഓക്കെ. അപ്പോൾ ഈ വർഷം ഡിസംബർ വരെ പേപ്പറുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷനാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്, പവറിൻ്റെ വർക്കിംഗ് ആണ്. എഞ്ചിൻ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൊള്ളാം. എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാം കൊള്ളാം. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാം വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് ഇൻറ്റീരിയർ. അപ്പം സ്വിഫ്റ്റ് 2005 ടയർ ഫ്രണ്ട് രണ്ടും പുതിയതാണ്. ബാക്ക് ആവറേജ് ആണല്ലേ? ബാക്ക് ആവറേജ്. LXI ഈ വർഷം അവസാനമായ പേപ്പറുണ്ട്. ലാസ്റ്റ് ഒരു പേപ്പർ. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ടോ? ഇൻഷുറൻസ് പുതിയതുണ്ട്. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇത് നമുക്ക് ഫൈനൽ ഒരു 98 രൂപ കൊടുക്കാം. 98,000 രൂപ. 2005 വണ്ടി 98,000 ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആസിരീസ് കണ്ടീഷൻ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. വണ്ടി കൊള്ളാം. അപ്പം ഈ ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ അല്ല, ഇൻഷുറൻസ് ഒക്കെ പുതിയതുണ്ട്. നിലവിൽ ഈ നമ്പർ ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും. ഓക്കെ. അപ്പോൾ ഇതാണ് വണ്ടി. ആസിരീസ് കണ്ടീഷൻ അല്ലേ? 98,000 രൂപ അല്ലേ? 98,000 കൊടുക്കാം. ശരി. അടുത്ത വണ്ടി സ്പാർക്ക്. 2012 സ്പാർക്കാണ്. 12. ഓക്കെ. ഓണർഷിപ്പ് LT ആണ്. LT വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് 2-3 ആയിരിക്കും. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? കണ്ടീഷനാണോ? വണ്ടി കണ്ടീഷനാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വണ്ടി കണ്ണ് ക്വാളിറ്റി ഉണ്ട്. ആ വിലയ്ക്ക് കൊടുക്കാം. വണ്ടി വില കുറച്ച് കൊടുക്കാം അല്ലേ? ആ വിലയ്ക്ക് കൊടുക്കാം. മാരുതിയുടെ പൈസ കൊടുക്കാം. AC പവർ പവറിൻ്റെ ഉള്ള 2012 വണ്ടിയാണ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം വർക്കിംഗ് ആണ്. AC ഉൾപ്പെടെ. AC 12,000 അടുത്ത് പണിത് വണ്ടിയാണ് കേട്ടോ. ആണോ? ഓക്കെ. സ്പാർക്ക് ഈ കാണുന്ന കണ്ടീഷൻ ഉണ്ട്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ്. ഫ്രണ്ട് കൊള്ളാം അല്ലേ? ബാക്ക് ആവറേജ് ആണ്. ബാക്കി എഞ്ചിൻ ഭാഗം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? നിലവിൽ വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ. വേറെ കുഴപ്പമൊന്നും നോക്കിയെടുക്കണമല്ലോ. എന്തായാലും നിങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നോക്കിയെടുക്കണം. നമ്മൾ ആ വില മാക്സിമം ഞാൻ പറഞ്ഞു, വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരാളെ കൊണ്ട് നോക്കി കൃത്യമൊക്കെ എടുക്കുക. നോക്കിയെടുക്കണം. ഓക്കെ. ബാക്കി പേപ്പർ വാങ്ങലൊക്കെ ഉണ്ടല്ലോ അല്ലേ? പേപ്പർ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. പാർട്ടി എടുക്കേണ്ടി വരും. അപ്പം ഇതെത്ര കൊടുക്കാം? വണ്ടി വില മാത്രം. വണ്ടി വില ഇത് ലാസ്റ്റ് ഈ കണ്ടീഷനിൽ 48 രൂപ കൊടുക്കാം. 48 രൂപ. 2012 വണ്ടി 48 രൂപ കൊടുക്കാം. ഓക്കെ. അപ്പോൾ സ്പാർക്ക് 2012 48 രൂപ തരും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് എടുക്കുക. ഫുള്ള് ചെക്ക് ചെയ്തെടുക്കാം. വണ്ടി പേപ്പർ കാര്യങ്ങളായാലും ഈ പറഞ്ഞ ഞാൻ കൊടുക്കുന്ന ഒരു വണ്ടിക്കും പരാതി. ഉടനെ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടപാട് കഴിഞ്ഞു. ബാക്കി വണ്ടി പേപ്പറിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു ഇടപാടിന് കാര്യം ഇതൊന്നും വാറണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് ഈ മോഡൽ കൂടിയ വണ്ടിയല്ലേ? ഇത്രയും പൈസ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 ദിവസമൊക്കെ പറഞ്ഞു കൊടുക്കാം. ഈ ചെറിയ വണ്ടി ഇത്രയും പഴക്കമുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളൊന്ന് കാണിച്ച് നോക്കി തൃപ്തിയൊക്കെ എടുക്കുക അല്ലേ? എടുക്കുക. ഒരാളെ കൊണ്ട് കാണിച്ച് വിലയാണ് ഈ പറഞ്ഞത് 48 രൂപ. ലൈൻ ബെൽറ്റ് ഒന്ന് മാറി കാണോ ഇല്ലേ എന്ന് അറിയില്ല. പൊട്ടിയൊക്കെ നിന്ന് പോയാൽ അതെ. അപ്പോൾ നോക്കിയൊക്കെ എടുക്കാം. ഓക്കെ. ശരി. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി കോളിസ്. ഇത് 2001 വണ്ടിയാണ്. 2000 വണ്ടി. 2000 വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം പുതിയതുണ്ട്. നല്ല കണ്ടീഷനാണ് കേട്ടോ. പാച്ച് വർക്ക് ഇല്ല. വണ്ടി കൊള്ളാമോ? വണ്ടി കൊള്ളാം. ഓക്കെ. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷനാണ്. വേറെ കുഴപ്പമില്ല. 10 സീറ്റ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. ഇത് കംപ്ലൈന്റ് ഇല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ തറപ്പിച്ച് പറയാം കംപ്ലൈന്റ് ഇല്ല. ചെറിയ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ചെറിയൊരു ബോഡിയുള്ള ഇതൊക്കെയുള്ളൂ. കാര്യം നമ്മൾ അത്യാവശ്യം ഓടിയ വണ്ടിയാണിത്. ബോഡി നോക്കി വണ്ടിയുടെ ഇന്റീരിയർ നോക്കുമ്പോൾ ഈ കാണുന്ന AC ഉള്ള മോഡലാണോ? AC പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാണ്. AC വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ 2000 മോഡൽ കോളിസ്. അപ്പോൾ ഈ വർഷം ടെസ്റ്റ് വരും അല്ലേ? ഡിസംബറിൽ ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരും അല്ലേ? അപ്പോൾ
അപ്പോൾ കോളിസ് ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. എത്രയും കൊടുക്കാം നമുക്കൊരു ഫൈനൽ ലാസ്റ്റ് വിലയാണ് കേട്ടോ, 95 രൂപ ലാസ്റ്റ് കൊടുക്കാം. പേരമാറുള്ള അഡീഷണൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കണ്ടീഷൻ 95 രൂപ. 95 കാര്യങ്ങളൊന്നും നോക്കി കൊടുക്കുക. പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയണം. നമ്പർ കാണിക്കുന്നുണ്ട്, കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നമ്പർ ചെക്ക് ചെയ്ത് നോക്കി ഒരാളിനെ കാണിച്ച് നോക്കിയൊക്കെ എടുക്കുക അല്ലേ? വണ്ടിയുടെ വില 95 രൂപ. 95 രൂപ. ശരി. അടുത്ത വണ്ടി ഐക്കൺ എങ്ങനെയാണ്? ഇത് 2010 വണ്ടിയാണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ വണ്ടി. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ കേട്ടോ. അത് ആണോ? ഇത് വണ്ടിയാണ്, കിലോമീറ്ററും കുറച്ച് ഓടിയിട്ടുള്ള നല്ല വണ്ടി. കാണുന്ന ക്വാളിറ്റിയാണ്. ബോഡി ചെറിയ കാര്യങ്ങൾ പെയിന്റ് ടച്ചപ്പ് ചെയ്യാണ്ടല്ലേ? ഇല്ല, ഇത് എൻ്റെ കിടന്ന് 1 വർഷം കൊണ്ട് എൻ്റെ കിടക്കുന്ന വണ്ടിയാണ്. 1 വർഷം കൊണ്ട് കിടന്ന് വാങ്ങിയതാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയായിരുന്നു. ഞാൻ തന്നെ അന്ന് 85-90 രൂപയ്ക്ക് എടുത്തേന്ന്. ഓഹോ. താക്കോല് കളഞ്ഞു പോയി, അങ്ങനെ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് നിൽക്കുന്നത്. താക്കോല് നിലവിലുണ്ടോ? താക്കോല് നല്ല സെറ്റ്. താക്കോല് അടിച്ചു കൊടുക്കണം. ഓക്കെ, വണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ വണ്ടി കണ്ടീഷന് ലാസ്റ്റ് ഇൻഷുറൻസ് എടുക്കണം. ഈ വർഷം ലാസ്റ്റ് റീടെസ്റ്റ് വരും. ഈ കണ്ടീഷൻ നമുക്ക് ഒരു 50 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 50 രൂപയ്ക്ക് ഈ കാണുന്ന കണ്ടീഷൻ 50 രൂപ. വണ്ടി ഹൈ ക്വാളിറ്റി ഓടിക്കാൻ പുതിയ കണക്കാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് 2009 പുതിയ ടെസ്റ്റ് ഉണ്ട്. 29 വരെ പേപ്പറുണ്ട്. 2009 വണ്ടി 29 വരെ പേപ്പർ ഉണ്ടല്ലേ? 29 വരെ പേപ്പറുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? കേട്ടില്ല. 3ാമത്തെ ഓണർഷിപ്പാണ്. പുതിയ ടെസ്റ്റ് ഉണ്ട്. 29 വരെ പേപ്പറുണ്ട്. അലൈസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. CRDI ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. കിലോമീറ്റർ ആയി കാണും. കിലോമീറ്റർ 140-130 ആവുന്നു. എഞ്ചിനീയർ കൊള്ളാം. AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC എല്ലാം വർക്കിംഗ് ആണോ? ഇല്ല, AC ഗ്യാസ് ടോപ്പ് വേണ്ടി വരും. ആണല്ലേ? നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം പക്കയാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ അടിപിടിയൊക്കെ ഉണ്ട് കേട്ടോ, ചെയ്തെടുക്കണം. വണ്ടി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, അപ്പോൾ നോക്കിയെടുക്കുക. അടിപിടിയൊക്കെ ഉണ്ട്. ഫ്രണ്ട് ചെറിയ നമ്പർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി. ഇത് പുതിയ ടെസ്റ്റാണ് കേട്ടോ. പേപ്പറിൽ വന്നിട്ടില്ല. പുതിയ ടെസ്റ്റാണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞു. പുതിയ ടെസ്റ്റ് 29 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ കാണുന്ന കണ്ടീഷനാണ്. അപ്പോൾ വണ്ടി വില എത്ര കൊടുക്കാം ബ്രോ? നമുക്കൊരു 1.10 ലാസ്റ്റ് കൊടുക്കാം. 1.10. 1.10. ഓക്കെ, 1.10. പിന്നെ ഈ പറഞ്ഞ വണ്ടി വില മാത്രമാണ്, ബാക്കി കാര്യങ്ങൾ അവർ നോക്കണം അല്ലേ? ഇല്ല, ഇത് പേര് മാറി കൊടുക്കാം. ഇത് ഇൻഷുറൻസ് എല്ലാം പുതിയ. ഇൻഷുറൻസ് പുതിയത്. 29 CF ഉണ്ട് എല്ലാം. ഇത് നിലവിൽ ഇപ്പം നമ്പർ അടി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 94-49. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയൊക്കെ എടുക്കുക. ശരി, അപ്പം 1.10 അല്ലേ? കേട്ടില്ല. 1.10 വില. അടുത്ത വണ്ടി ഹ്യുണ്ടായി ഗെറ്റ്സ്. ഇതെങ്ങനെയാണ് അപ്പം? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണേ. പുതിയ ടെസ്റ്റ് വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ഉണ്ട്. 29 വരെ പേപ്പറുണ്ട്. മോഡൽ അപ്പം 2008 വണ്ടി. 28 വരെ പേപ്പറുണ്ട്. 28 വരെ പേപ്പർ ഉണ്ടല്ലേ? വണ്ടി കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. 55 രൂപ വില. ഓക്കെ, ഗെറ്റ്സ് പെട്രോൾ വണ്ടിയാണ് ഇതല്ലേ? പെട്രോൾ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാം. വണ്ടിയുടെ ബാക്കി ബോഡി കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബോഡി ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. AC-യുടെ കാര്യം ഒന്ന് നോക്കണം അല്ലേ? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? കൊടുക്കേണ്ടി വരും. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇതിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഇന്ത്യയിൽ. നമ്മൾ പറയണത് നോക്കട്ടെ, ചെക്ക് ചെയ്തെടുത്താൽ മതി. അതെ, നിങ്ങളൊന്നും നമ്മൾ പറഞ്ഞ എൻ്റെ ഹൈ ക്വാളിറ്റി ഞാൻ നല്ല വണ്ടി അതാണ് ഇതാണെന്ന് ഞാൻ പറയില്ല. കാര്യം നല്ല വണ്ടി ആയപോലെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കൂല. കാരണം നമ്മളൊരു വാക്കിന്റെ പുറത്ത് ഒരിക്കലും ഈ പഴയ വണ്ടി എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? പൈസ മുടക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി ഉറപ്പാക്കിയല്ലേ ഒരു മെക്കാനിനെ കൊണ്ട് കാണിച്ച് വീണ്ടും പറയാണ് നോക്കിയെടുക്കുക. തൃപ്തിയായി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയെടുക്കുക. അപ്പോൾ വണ്ടി എത്ര കൊടുക്കാം ബ്രോ? നമുക്കൊരു 55 രൂപ കൊടുക്കാം. 55 രൂപ. ഓക്കെ, അടുത്ത വണ്ടി ബീറ്റ്. ഇത് 2013 ബീറ്റാണ്. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. 2013 ഡീസൽ. 13 12 12 ആണോ? 12. ഈ നമ്പർ അടിച്ച് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ വണ്ടിയുടെ നമ്പർ അടിച്ച് നോക്കാം അല്ലേ? കാര്യം ഒരുപാട് വണ്ടി കിടക്കണം, നമുക്ക് പറയാൻ ഡീറ്റെയിൽസ്. ഓക്കെ, 2012 വണ്ടിയാണ്, ഡീസൽ വണ്ടി. എങ്ങനെയുണ്ട് ബ്രോ വണ്ടി കണ്ടീഷൻ? വണ്ടി കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. 12. ഓക്കെ, ഇതിലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? നല്ല ഐഡിയ ഉണ്ടോ? കിലോമീറ്റർ 98,000 കാണിക്കുന്നത്. അതൊന്നും ജെന്യൂൻ ആയിരിക്കണമെന്ന്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. 2012 ബീറ്റ് ഡീസൽ, 3rd ഓണർഷിപ്പായി. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്ക് ചെയ്യണം, വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു 59 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. പേരുമാറുള്ള എക്സ്പെൻസ് അഡീഷണൽ ആണല്ലോ. അപ്പോൾ ഈ കാണുന്ന വണ്ടിയുടെ വില മാത്രമാണ്, ബാക്കിയുള്ള എല്ലാ ചിലവും. ബാക്കി നിലവിൽ കാണുന്ന കണ്ടീഷനിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. പേരുമാറുള്ള അഡീഷണൽ ചിലവ് കാര്യങ്ങളെല്ലാം നോക്കണം. വണ്ടിയുടെ വില മാത്രം 59,000 രൂപ. വണ്ടി ഒന്ന് നോക്കി എടുക്കുക. 2012 വണ്ടിയാണ്. മാരുതിയുടെ പൈസ ഇല്ല. ഡീസൽ വണ്ടി നല്ല മൈലേജും കാണും. വേറെ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ അടിപിടിയും കാണാനില്ല. ടയറിന് വിട്ട് തന്നിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി കാണാനും ബോഡി നല്ല ക്വാളിറ്റി ഉണ്ട്. വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കുന്നവർ ഒരാളിനെ കൊണ്ട് മെക്കാനിക്കൽ കാണിച്ച് ഉറപ്പിച്ചെടുത്താൽ തൃപ്തിയൊക്കെ എടുക്കുക. അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് 2008 അലൈവിൽ. 2007 അലൈവിൽ AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി. അലൈവ് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയർ 2 കൊള്ളാം. ബാക്കിൽ ആവറേജ് ഉള്ളൂ. ഇല്ല, ടയറുണ്ട്. 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ടയറെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൊടുത്തായോ? വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 2ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ 90,000. പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പറെല്ലാം 27 വരെ പേപ്പറുണ്ട്. 27 പേപ്പറുണ്ട്.
ഈ ഇന്റീരിയർ എല്ലാം കൊള്ളാം. വണ്ടി കംപ്ലൈന്റ് ഒന്നുമില്ല, അടിപിടിയൊന്നുമില്ല. എഞ്ചിൻ എങ്ങനെയുണ്ട്? എഞ്ചിന് ബാക്കിയെല്ലാം കൊള്ളാം. AC വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്കിംഗ് ആണ്. അപ്പോൾ ഈ സാധനം എത്ര കൊടുക്കാം? നല്ല മെക്കാനിക് കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്തെടുക്കും. എന്തായാലും എല്ലാ വണ്ടിയും മെക്കാനിക് കൊണ്ട് കാണിച്ച് അല്ല, അവരെ ഇഷ്ടം, അവരെ കൊണ്ടുവന്ന് കാണിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ പരാതി കേൾക്കൂല, പറഞ്ഞു വില മാക്സിമം കുറച്ച് കൊടുക്കണം. മാക്സിമം കുറച്ച് കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ നോക്കിയെടുക്കണം. ബാക്കി നോക്കിയെടുക്കണം. കൊണ്ടുവരും നമ്മൾ ഈ വണ്ടിക്ക്, പഴയ വണ്ടിയിൽ ഇത്രയും വഴക്കമുള്ള വണ്ടിക്ക് അടിയും പിടിയൊക്കെ കാണും, ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഈ വണ്ടിക്ക് എത്രയ്ക്ക് കൊടുക്കും? വണ്ടി മാത്രം എത്ര കൊടുക്കാം? വണ്ടി മാത്രം നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനലിൽ 60 രൂപ കൊടുക്കാം. 60 രൂപ. അപ്പോൾ അടുത്ത വണ്ടി ഒമിനി 2015 ഉണ്ട്, 16 വണ്ടി. 16 വണ്ടി. 16 വണ്ടി. ഓക്കെ, 16 വണ്ടിയാണ്. വണ്ടി കൊള്ളാം അല്ലേ? വണ്ടി കൊള്ളാം, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി ബ്രോ? 45,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 45,000. രണ്ടാം സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ബോഡിക്ക് നല്ല കുറച്ചുണ്ട്. പുറമേ കാണുമ്പോൾ എല്ലാം നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റാണല്ലോ? എല്ലാം നീറ്റാണ്. 45,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വല്ല മെക്കാനിക്കിനെ കൊണ്ടുവന്നില്ല, നല്ല ചെക്ക് ചെയ്തെടുത്താൽ. ഓക്കെ. അല്ലെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ? ഇല്ല, നിലവിൽ കാർ ഓട്ടിക്കാനെല്ലാം നന്നായിരിക്കണം. ഓക്കെ. വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. 2016 ഒമിനി അല്ലേ? ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് രണ്ടാമത്തെ സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ടോ? ഓക്കെ. വണ്ടി കാഴ്ചയിൽ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല അല്ലേ? വേറെ പാച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ? നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കുക വണ്ടി? 2,15 കൊടുക്കുക. 2,15. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടി ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്, ഒരാളെ കൊണ്ട് കാണിച്ച് നോക്കി. ഹൈ ക്വാളിറ്റി എന്ന് പറയില്ലേ? ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വാറണ്ടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി നോക്കിയെടുക്കുക അല്ലേ? ഞാൻ ഒരു വണ്ടി നല്ല ഹൈ ക്വാളിറ്റി എന്ന് കൊടുക്കില്ല, ക്വാളിറ്റി ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പേപ്പർ ഭാഗങ്ങളൊക്കെ എല്ലാം ഇൻഷുറൻസ് ഇല്ല, ഇൻഷുറൻസ് എടുക്കണം. അല്ല, ഇതിൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഇത്രയും പൈസ കൊടുക്കണമല്ലേ, അപ്പോൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഇതിനടുത്ത് പേരും മാറുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ള വണ്ടിക്ക് മാക്സിമം വിലകത്ത് കൊടുക്കുന്നതിലേക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ എടുക്കേണ്ടി വരും. ഓക്കെ. ഇപ്പം നിലവിൽ ഈ കണ്ടീഷനിൽ 2,15. ഓക്കെ. ലോൺ വാങ്ങിക്കാറില്ല 16,000? 1,75 1,80 ലോൺ കയറും. അടുത്ത വണ്ടി ബീറ്റ് എങ്ങനെയാണ്? ബീറ്റ് 2012 വണ്ടിയാണ്. LT ടോപ്പിൻ്റെ വണ്ടിയാണല്ലേ? ടോപ്പിൻ്റെ വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ട്. അലൈവിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അലൈസ് ഒക്കെ ഉണ്ട്. അലൈസ് നല്ല അലൈസ് ആക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഇത് സിംഗിൾ ഓണറാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി ഹൈ ക്വാളിറ്റി. കൊള്ളാമല്ലേ? ഹൈ ക്വാളിറ്റി. ഞാൻ ഹൈ ക്വാളിറ്റി അല്ല, വണ്ടി കൊള്ളാം. ഓക്കെ. LT ആണ് ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ബാക്കി അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം വർക്കിംഗ് ആണോ ബ്രോ? ബാക്കിയെല്ലാം വർക്കിംഗ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ ഡീസൽ വണ്ടി LT എന്തായാലും അപ്പം നോക്കിയെടുക്കുക. ഈ വണ്ടി കാണുന്ന ഈ കണ്ടീഷൻ ഉണ്ട്, അലോയ്സ് ഉണ്ട്, ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? 1,5. 1,5. ഓക്കെ. ബാക്കി കാര്യങ്ങൾ പേപ്പർ എത്ര വരും ഇതിൻ്റെ? പേപ്പർ 27-28 വരെ വരും. പേപ്പർ സെന്ന് എങ്ങനെ? ഇത് 2001 വണ്ടിയാണ് കേട്ടോ. 2000 വണ്ടി സെന്നല്ലേ? പുതിയ ടെസ്റ്റ് ആണ് കേട്ടോ. 29 പേപ്പർ ഉണ്ട്. പുതിയ ടെസ്റ്റ് കാണിച്ചാണ് കൊടുക്കണം. ടാക്സ് എല്ലാം പുതിയതാണ്. ടാക്സ് എല്ലാം എടുത്ത് കൊടുക്കും. എല്ലാം എടുത്ത് പുതിയ VX വണ്ടി ആയിട്ടാണ് എല്ലാം ഫുള്ള്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ട്, എല്ലാം ഫുൾ തറമട്ട അയച്ച് പണിത വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ എല്ലാം കൊള്ളാം. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ടല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് കാർബറേറ്റർ അല്ലേ വണ്ടി? കാർബറേറ്റർ. രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം പുതിയ ടെസ്റ്റ് എടുത്ത വണ്ടി. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന കണ്ടീഷൻ എങ്ങനെ കൊടുക്കാം? അപ്പോൾ ഈ കാണുന്നില്ല വണ്ടി നല്ല എല്ലാം ഏകദേശം അല്ല. എഞ്ചിൻ ഓയിൽ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. ഇതിലൊന്നുമില്ല. അവർ എണ്ണ അടിക്കുക ഓടുക. കാർബറേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തു, അതേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ ഫൈനൽ 50 രൂപയ്ക്ക് കൊടുക്കാം. 50 രൂപ. ശരി. അടുത്ത വണ്ടി ബീറ്റ് 2011 കേട്ടോ. 11 വണ്ടി. 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഇതിൻ്റെ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. ടയർ 4 കൊള്ളാം അല്ലേ? ടയർ 4 പുതിയ ടയർ ഇട്ടുണ്ട്. വണ്ടി കാണുന്ന 4 പുതിയ ടയർ ക്വാളിറ്റിയൊക്കെ. ഓക്കെ. ഡീസൽ വണ്ടി. എങ്ങനെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കേട്ടില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ബീറ്റ് ഡീസൽ വണ്ടി എത്ര കൊടുക്കാത്? നമുക്ക് ഫൈനൽ ഒരു 77 രൂപ കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന കണ്ടീഷൻ 77. ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം കറണ്ട്. ഇൻഷുറൻസ് എല്ലാം ഉണ്ടോ? ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കിയെടുക്കുക. 77 രൂപയ്ക്ക് വണ്ടി തരും. ശരി. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഇൻഡിക്ക മാനസ. 2012 വണ്ടി. 2012 വണ്ടിയാണ് മാനസ. ടാക്സി ഓണേഴ്സ് ആയി കൊടുക്കാം, ടാക്സി ആയി കൊടുക്കാം. ഓക്കെ. 2012 വണ്ടി. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ. ക്വാർട്ടർ ജെറ്റ് അല്ലേ പറഞ്ഞത്? ക്വാർട്ടർ ജെറ്റോ? ഇത് തറമട്ടം പണിതിട്ടുള്ള വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ആയല്ലേ? ഓക്കെ. കാണുന്ന വണ്ടി ക്വാളിറ്റി ഉണ്ട്. കാര്യങ്ങൾ നിങ്ങൾ നോക്കിയെടുക്കുക. ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ്. ഓക്കെ. ടാക്സി പെർമിറ്റ് നിറപ്പുണ്ട്. അത് എങ്ങനെയാണോ ആയി കൊടുക്കും അല്ലേ? ഇപ്പം എങ്ങനെയാണ് വില വരണേ? നമുക്ക് ഈ കണ്ടീഷനിൽ 95 രൂപ കൊടുക്കാം, ടാക്സി ആയിട്ട്. ഓണേഴ്സ് ആക്കിയാണെങ്കിൽ 1,5 കൊടുക്കുക. ഓക്കെ. ഈ കണ്ടീഷനാണ് 95 രൂപ.